നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കണ്ണടകളെക്കുറിച്ചാണ്. പക്ഷേ ഒരു മിനിറ്റ്, ഇത് നിങ്ങളുടെ സാധാരണ കണ്ണടയുടെ കഥയല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ ഫോണിൽ നിന്ന് ലാപ്ടോപ്പിലേക്കും പിന്നെ പുറത്തുള്ള ഒരു കാഴ്ചയിലേക്കും നോക്കിയിട്ടുണ്ട്? ഒരുപാട് തവണ, അല്ലേ? നമ്മുടെ കണ്ണുകൾ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഒരു ഡിജിറ്റൽ ടെന്നീസ് മത്സരം കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണടകൾ ഇപ്പോഴും ആ പഴയ കാലത്തിനു വേണ്ടി ഡിസൈൻ ചെയ്തവയാണോ? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം. നമ്മളിൽ ഒരുപാട് പേർ വൈകുന്നേരമാവുമ്പോഴേക്കും കണ്ണിനൊരു ക്ഷീണം, ഒരു ഭാരം, ചിലപ്പോൾ ചെറിയ തലവേദനയൊക്കെ അനുഭവിക്കാറുണ്ട്. ശരിയാണ്. നമ്മൾ കരുതും അത് സ്ക്രീനിൽ ഒരുപാട് നേരം നോക്കുന്നതുകൊണ്ടാണെന്ന്. അത് ശരിയാണ് ഒരു പരിധിവരെ. പക്ഷെ അതില് നമ്മുടെ കണ്ണടകൾക്കും ഒരു പ്രധാന പങ്കുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈയൊരു ചർച്ചയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് സാധാരണ സിംഗിൾ വിഷൻ ലെൻസുകൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് ചേരാത്തതെന്നും സെയ്സ് സ്മാർട്ട് ലൈഫ് പോലുള്ള പുതിയ ടെക്നോളജി എങ്ങനെയാണ് ഒരു ആശ്വാസം നൽകുന്നതെന്നും മനസ്സിലാക്കുക എന്നതാണ്. കൊള്ളാം. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സിംഗിൾ വിഷൻ ലെൻസ്. പേര് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഒരൊറ്റ ഫോക്കസ്. ദൂരേക്ക് നോക്കാൻ പ്രശ്നമുള്ളവർക്ക് അതിനൊരു ലെൻസ്, അല്ലെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറൊന്ന്. അത്രയല്ലേ ഉള്ളൂ? അതെ, ആ ഒരു ധാരണയാണ് നമുക്ക് എല്ലാവർക്കുമുള്ളത്. കാരണം പതിറ്റാണ്ടുകളായി സിംഗിൾ വിഷൻ ലെൻസുകൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരുന്നത്. അതിന്റെ പ്രധാന ലക്ഷ്യം ഒന്നേയുള്ളൂ: ദൂരേക്ക്, അതായത് അനന്തതയിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും വ്യക്തമായ കാഴ്ച നൽകുക. പണ്ടത്തെ കാലം ഒന്ന് ഓർത്തു നോക്കൂ. ആളുകളുടെ പ്രധാന ജോലികൾ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ദൂരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. അവരുടെ നോട്ടം കൂടുതലും നേരെ ഒരേ ദിശയിലായിരുന്നു. ആ ഒരു ലോകത്തിന് ആ ലെൻസുകൾ പെർഫെക്റ്റ് ആയിരുന്നു. അതൊരു സിംഗിൾ ലൈൻ റോഡ് പോലെ, നേരെ മുന്നോട്ടു പോകാൻ ഏറ്റവും നല്ലത്. അതെ, അതുതന്നെ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജീവിതം അങ്ങനെയല്ലല്ലോ. അതൊരു റൗണ്ട് അബൌട്ട് പോലെയാണ്. ഒരേ സമയം പല ഡയറക്ഷനിലേക്കും ശ്രദ്ധ പോകണം. ഞാൻ കാർ ഓടിക്കുമ്പോൾ റോഡിലേക്ക് നോക്കുന്നു, അതേ നിമിഷം ഗൂഗിൾ മാപ്പ് നോക്കാൻ ഫോണിലേക്ക് താഴേക്ക് നോക്കുന്നു, സൈഡ് മിററിലേക്ക് നോക്കുന്നു, തിരിച്ച് റോഡിലേക്ക് വരുന്നു. ഇതെല്ലാം നിമിഷങ്ങൾക്കുള്ളിലാണ്. അപ്പോ ഈ പഴയ സിംഗിൾ ലൈൻ ലെൻസുകൾ ഇവിടെ എങ്ങനെയാണൊരു പ്രശ്നമാകുന്നത്? അവിടെയാണ് ശരിക്കും നമ്മൾ അറിയാത്ത ഒരു പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത്. ഒരു പരമ്പരാഗത ലെൻസിന്റെ ഏറ്റവും മികച്ച ഭാഗം അതിന്റെ ഓപ്റ്റിക്കൽ സെന്റർ, അതായത് മധ്യഭാഗമാണ്. ഓക്കെ. നിങ്ങൾ നേരെ ദൂരേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്തുകൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് കാഴ്ച നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. എന്നാൽ നിങ്ങൾ ഫോണിലേക്ക് നോക്കാനായി തല ചെറുതായിട്ടൊന്ന് കുനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ണ് താഴേക്ക് വരും. അതെ, നിങ്ങളുടെ കണ്ണ് ലെൻസിന്റെ മധ്യഭാഗത്തു നിന്ന് മാറി താഴത്തെ ഭാഗത്തുകൂടിയാണ് നോക്കുന്നത്. ആ താഴത്തെ ഭാഗം ദൂരക്കാഴ്ചയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. അവിടെ കാഴ്ചയിൽ ചെറിയൊരു മങ്ങലോ വ്യതിയാനമോ ഉണ്ടാവാം. ഓ, അപ്പോ അതാണ് കാര്യം. നമ്മൾ അറിയാതെ തന്നെ വ്യക്തമായ ഒരു കാഴ്ച കിട്ടാൻ നമ്മുടെ കണ്ണിലെ പേശികളും തലച്ചോറും കൂടുതൽ പണിയെടുക്കുന്നു. ആ ഒരു ചെറിയ മങ്ങലിനെ മറികടക്കാൻ അവ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നു. ഇതിനെക്കുറിച്ചാണോ വിഷ്വൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്? തീർച്ചയായും അതാണ് സംഭവം. ഓരോ തവണ നിങ്ങൾ ദൂരത്തുനിന്ന് അടുത്തുള്ള സ്ക്രീനിലേക്ക് നോട്ടം മാറ്റുമ്പോഴും നിങ്ങളുടെ കണ്ണുകൾ ഫോക്കസ് റീഅഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ്. ഒരു പഴയ ഡിസൈനുള്ള ലെൻസിലൂടെ ആകുമ്പോൾ ഈ അധ്വാനം ഇരട്ടിയാകും. കാരണം കണ്ണ് ലെൻസിന്റെ അത്ര മികച്ചതല്ലാത്ത ഭാഗവുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഓട്ടോ ഫോക്കസ് ഇല്ലാത്ത പഴയ ക്യാമറ പോലെ ചിന്തിക്കാം. ഓരോ തവണയും ചിത്രം ക്ലിയർ ആക്കാൻ നമ്മൾ തന്നെ ലെൻസ് തിരിച്ച് കഷ്ടപ്പെടണം. ശരിയാണ്. അതുപോലെയാണ് നമ്മുടെ കണ്ണുകളും. ദിവസം മുഴുവൻ ഈ ജോലി ചെയ്യുമ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും കണ്ണ് തളർന്നു പോകും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ണിനൊരു തരം ഭാരം തോന്നാറുണ്ട്. അത് സ്ക്രീനിൽ നോക്കുന്നതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്റെ കണ്ണടയ്ക്കും ഇതിലൊരു പങ്കുണ്ടാകാം, അല്ലേ? ഉണ്ടാകാം. അപ്പോ ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമായാണ് CIS സ്മാർട്ട് ലൈഫ് പോലുള്ള ലെൻസുകൾ വരുന്നത്. എന്താണിതിലൊരു മാജിക്? ഇവിടെയാണ് ഈ ടെക്നോളജിയുടെ ഒരു ഭംഗി. സെയ്സ് ചെയ്തത് വെറുതെ നമ്മുടെ കണ്ണിന്റെ പവർ അളക്കിടെയല്ല. അവർ ലക്ഷക്കണക്കിന് ആളുകളെ പഠിച്ചു. നമ്മളൊരു ഫോൺ ഉപയോഗിക്കുമ്പോൾ തല എത്രത്തോളം ചരിക്കുന്നു, നമ്മുടെ കണ്ണുകൾ എത്ര വേഗത്തിൽ ഒരു സ്ക്രീനിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു എന്നൊക്കെ അവർ ഡേറ്റ ശേഖരിച്ചു. ഓക്കേ. എന്നിട്ട്
ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അവർ സിംഗിൾ വിഷൻ ലെൻസിന്റെ ഡിസൈൻ തന്നെ പൊളിച്ചെഴുതി. ഇതിനെയാണവർ സ്മാർട്ട് ഡൈനാമിക് ഓപ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഒരു മിനിറ്റ്, ഈ സ്മാർട്ട് ഡൈനാമിക് ഓപ്റ്റിക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായി തോന്നുന്നു. ലളിതമായി പറഞ്ഞാൽ എന്റെ പഴയ കണ്ണടയിൽ ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണിതിലുള്ളത്? ലളിതമായി പറഞ്ഞാൽ പഴയ ലെൻസ് ഒരു 2D മാപ്പ് പോലെയാണ്. നേരെ നോക്കുമ്പോൾ മാത്രം വ്യക്തത. എന്നാൽ സ്മാർട്ട് ലൈഫ് ലെൻസ് ഒരു 3D ലോകത്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് നിങ്ങളുടെ കണ്ണിന്റെ ചലനങ്ങളെ മുൻകൂട്ടി കാണുന്നു. നിങ്ങൾ ദൂരേക്ക് നോക്കുമ്പോഴും താഴെ ഫോണിലേക്ക് നോക്കുമ്പോഴും വശങ്ങളിലേക്ക് നോക്കുമ്പോഴും ഒരുപോലെ വ്യക്തമായ കാഴ്ച നൽകാൻ പാകത്തിന് ലെൻസിന്റെ എല്ലാ ഭാഗങ്ങളും ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഫോണിലേക്ക് നോക്കുമ്പോൾ കണ്ണ് ലെൻസിന്റെ ഒരു മോശം ഭാഗത്തൂടെയല്ല നോക്കുന്നത്. അല്ല, മറിച്ച് അടുത്തുള്ള കാഴ്ചയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഭാഗത്തൂടെയാണ് നോക്കുന്നത്. ഫലമോ നിങ്ങളുടെ കണ്ണിനധികം ജോലി ചെയ്യേണ്ടി വരുന്നില്ല. ഇത് കേൾക്കാൻ കൊള്ളാം. അപ്പോ ഇതൊരു തരം ബൈഫോക്കൽ ലെൻസ് പോലെയാണോ, അതോ അതിൽ നിന്ന് വ്യത്യസ്തമാണോ? വളരെ നല്ലൊരു ചോദ്യമാണിത്. ഇത് ബൈഫോക്കൽ ലെൻസിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാണ്. ബൈഫോക്കൽ ലെൻസിൽ 2 പവറുകൾക്കിടയിൽ ഒരു വര കാണാൻ പറ്റും. കാഴ്ച ഒരു പവറിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്ന് ചാടുകയാണ്. ശരിയാണ്. എന്നാൽ സ്മാർട്ട് ലൈഫ് ലെൻസിൽ അങ്ങനെ ഒരു വിഭജനമേയില്ല. പവർ വളരെ സ്മൂത്തായിട്ട് നമ്മൾ അറിയാതെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് മാറുന്നു. അതുകൊണ്ട് കാഴ്ചയിൽ ഒരു ചാട്ടമോ തടസ്സമോ ഒന്നും അനുഭവപ്പെടില്ല. ദൂരെയും അടുത്തുമുള്ള കാഴ്ചയുടെ കാര്യം മനസ്സിലായി. പക്ഷേ നമ്മളെപ്പോഴും നേരെയാണോ നോക്കുന്നത്? പെട്ടെന്ന് വണ്ടി ഓടിക്കുമ്പോൾ സൈഡിലേക്ക് നോക്കേണ്ടി വന്നാൽ എന്റെ ഇപ്പോഴത്തെ കണ്ണിടയിൽ ഒരു ചെറിയ ഇളക്കം പോലെ, ഒരു മങ്ങൽ പോലെ തോന്നാറുണ്ട്. കാഴ്ച ഒരു വെള്ളത്തിൽ കൂടി നോക്കുന്നത് പോലെ. ഈ പ്രശ്നത്തെക്കുറിച്ചാണോ അവർ ക്ലാരിറ്റി ആൻഡ് മോഷൻ എന്ന് പറയുന്നത്? അതെ, നിങ്ങൾ പറഞ്ഞ ആ അനുഭവത്തെയാണ് ടെക്നിക്കലായി സ്വിമ്മിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. സ്വിമ്മിംഗ് എഫക്റ്റ്. അതെ, നിങ്ങൾ വേഗത്തിൽ തലതിരിക്കുമ്പോൾ ലെൻസിന്റെ വശങ്ങളിൽ കാഴ്ച ഒരു തിരമാല പോലെ ഇളകുന്നതായി തോന്നും. സ്മാർട്ട് ലൈഫ് ലെൻസുകൾ ഈയൊരു പ്രഭാവം ഒരുപാട് കുറയ്ക്കുന്നു. ലെൻസിന്റെ മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്കുള്ള കാഴ്ചയുടെ മാറ്റം വളരെ സുഗമമാക്കുന്നു. അപ്പൊ അതിന്റെ ഗുണമെന്താണ്? നിങ്ങൾക്ക് വളരെ ഡൈനാമിക്കായ, ചലനാത്മകമായ ഒരു കാഴ്ച ലഭിക്കുന്നു. നടക്കുമ്പോഴോ സ്പോർട്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴോ പെട്ടെന്ന് വശത്തേക്ക് നോക്കിയാൽ പോലും കാഴ്ച സ്റ്റേബിൾ ആയിരിക്കും. ആ ഇളക്കമില്ലാത്തതുകൊണ്ട് തലച്ചോറിനും ഒരു കൺഫ്യൂഷനുണ്ടാവില്ല. അടുത്ത പോയിന്റ് എന്നെ ശരിക്കും ഒന്ന് ചിന്തിപ്പിച്ചു. സാധാരണ ലെൻസുകളെ അപേക്ഷിച്ച് 88% വരെ വിശാലമായ കാഴ്ച. സത്യം പറഞ്ഞാൽ ഇതൊരു മാർക്കറ്റിംഗ് വാദം പോലെയാണ് എനിക്ക് തോന്നുന്നത്. 88% എന്നത് വളരെ വലിയൊരു സംഖ്യയാണ്. ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒന്നാണോ? ആ സംശയം സ്വാഭാവികമാണ്. എന്നാൽ ഇത് അനുഭവിക്കാൻ പറ്റുന്നൊരു മാറ്റം തന്നെയാണ്. നമുക്ക് ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കാം. ഒരു സാധാരണ ലെൻസിന് ഒരു സ്വീറ്റ് സ്പോട്ടുണ്ട്. അതായത് ഏറ്റവും വ്യക്തമായ കാഴ്ച കിട്ടുന്ന ഒരു ചെറിയ കേന്ദ്രഭാഗം. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമായി കാണണമെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തുകൂടി തന്നെ നോക്കണം. അതിനായി നമ്മൾ അറിയാതെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായി വെട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ സ്മാർട്ട് ലൈഫ് ലെൻസുകളിൽ ഈ സ്വീറ്റ് സ്പോട്ട് വളരെ വലുതാണ്. ZEISന്റെ തന്നെ സാധാരണ ലെൻസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 88% വരെ കൂടുതൽ വിസ്തൃതിയിൽ നല്ല ക്ലിയർ വിഷൻ കിട്ടും. അപ്പോ അതിന്റെ ശരിക്കുള്ള പ്രയോജനം എന്താണ്? പ്രയോജനം നമ്മുടെ തലച്ചോറിനാണ്. വ്യക്തമായ കാഴ്ച കിട്ടാൻ നിങ്ങൾ തല ഇങ്ങനെ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ സ്വാഭാവികമായ നോട്ടത്തിൽ തന്നെ ചുറ്റുമുള്ള ലോകം വ്യക്തമായി കാണാം. ഇത് നമ്മുടെ കഴുത്തിലെ പേശികൾക്കുള്ള സ്ട്രെയിൻ കുറയ്ക്കും. തലച്ചോറിന് കാഴ്ചയെ പ്രോസസ് ചെയ്യാനുള്ള ജോലിയും കുറയും. കാഴ്ചയുടെ ക്ഷീണം മാത്രമല്ല, ഒരു മാനസികമായ ക്ഷീണവും കുറയ്ക്കാൻ ഇത് സഹായിക്കും. മനസ്സിലാക്കിയത്. അതായത് ഇതൊരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ സൊല്യൂഷൻ അല്ല. തീർച്ചയായുമല്ല. ഇവിടെയാണ് ഈ ടെക്നോളജി കൂടുതൽ സ്മാർട്ടാകുന്നത്. അതിലൊന്നാണ് ഏജ് ഇന്റലിജൻസ്, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ലൂമിനൻസ് ഡിസൈൻ 2.0. ലൂമിനൻസ് ഡിസൈൻ. അതെ, സംഭവം വളരെ ലളിതമാണ്. പ്രായം കൂടുന്തോറും വെളിച്ചത്തിനനുസരിച്ച് വലുതാവാനും ചെറുതാവാനുമുള്ള നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ കഴിവ് കുറഞ്ഞുവരും. ശരിയാണ്. കൃഷ്ണമണി ചെറുതാകുമ്പോൾ കണ്ണിലേക്ക് കുറച്ച് വെളിച്ചമേ കടക്കുകയുള്ളൂ.
ഇത് കുറഞ്ഞ വെളിച്ചത്തിൽ കാഴ്ചയെ ബാധിക്കാം. സൈസിന്റെ ഈ ഡിസൈൻ ഓരോ പ്രായത്തിലും കൃഷ്ണമണിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ഡേറ്റ വെച്ച് ലെൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യും. ഒരു മിനിറ്റ്. അപ്പോൾ ഒരു 25 വയസ്സുകാരനും 45 വയസ്സുകാരനും ഒരേ പവറിലുള്ള സ്മാർട്ട് ലൈഫ് ലെൻസ് വാങ്ങിയാൽ അതിന്റെ ഉള്ളിലെ ഡിസൈനിൽ വ്യത്യാസമുണ്ടാകുമോ? അതെ, അതിലെ സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ടാവും. അന്തിമഫലം എന്തെന്നാൽ നിങ്ങൾക്ക് പകലായാലും രാത്രി ഡ്രൈവ് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ വെളിച്ചം കുറഞ്ഞ ഒരു റെസ്റ്റോറന്റിൽ മെനു വായിക്കുകയാണെങ്കിലും കൂടുതൽ വ്യക്തവും ആയാസരഹിതവുമായ കാഴ്ച ലഭിക്കും. കൊള്ളാം. ഇതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കസ്റ്റമൈസേഷനെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. ഇന്റലിജൻസ് ഓഗ്യുമെന്റഡ് ഡിസൈൻ അല്ലെങ്കിൽ IAD. അത് സാധാരണ സ്മാർട്ട് ലൈഫ് ലെൻസിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അത് സ്മാർട്ട് ലൈഫ് ഇൻഡിവിജ്വൽ 3SV എന്ന പ്രീമിയം വേരിയന്റിൽ മാത്രം കിട്ടുന്ന ഒന്നാണ്. അത് പേഴ്സണലൈസേഷന്റെ ഏറ്റവും ടോപ്പ് ലെവലാണ്. ഇതിനെ നമുക്കൊരു റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങുന്നതും ഒരു സ്യൂട്ട് തയ്ക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെ കാണാം. ഇവിടെ നിങ്ങളുടെ കണ്ണിന്റെ പവറും പ്രായവും മാത്രമല്ല അവർ നോക്കുന്നത്. നിങ്ങൾ തെരഞ്ഞെടുത്ത ഫ്രെയിം നിങ്ങളുടെ മുഖത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ സ്വാഭാവികമായി തല എത്രത്തോളം ചരിച്ചു പിടിക്കുന്നു തുടങ്ങിയ ഒരുപാട് ശാരീരികമായ ഡേറ്റ കൂടി അളന്നെടുത്തിട്ടാണ് ലെൻസ് ഡിസൈൻ ചെയ്യുന്നത്. ഓ, അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അതെ, ഇത് ഏറ്റവും മികച്ച കാഴ്ചയും പുതിയ ലെൻസുമായി പൊരുത്തപ്പെടാൻ വളരെ കുറഞ്ഞ സമയവും മതി എന്നതും ഉറപ്പാക്കും. കൊള്ളാം. അപ്പോൾ നമുക്കിതൊന്ന് ചുരുക്കി പറയാം. സൈസ് സ്മാർട്ട് ലൈഫ് സിംഗിൾ വിഷൻ ലെൻസ് എന്നത് ദൂരേക്ക് മാത്രം നോക്കാനായി ഡിസൈൻ ചെയ്ത ഒരു പഴയ ലെൻസല്ല. ഇത് നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ ജീവിതശൈലിക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ഒന്നാണ്. കൃത്യമായി പറഞ്ഞാൽ അതാണ്. ദൂരെയുള്ള റോഡിനും തൊട്ടടുത്തുള്ള സ്ക്രീനിനുമിടയിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ആധുനിക ഉപകരണം. ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം എന്താണ്? ഓൾ ഡേ വിഷ്വൽ കംഫർട്ട്. അതായത് ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന കാഴ്ചയുടെ സുഖം. രാവിലെ നിങ്ങൾ കണ്ണട വെക്കുന്നത് മുതൽ രാത്രി അത് ഊരിവെക്കുന്നത് വരെ നിങ്ങളുടെ കണ്ണുകൾക്ക് അധികമായി ജോലിഭാരം നൽകാതെ അനായാസമായ ഒരു കാഴ്ചാനുഭവം നൽകുക. അതാണിതിന്റെ പ്രധാന ലക്ഷ്യം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ഒരു വീഡിയോ കോളിൽ പങ്കെടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കയ്യിലെ സ്മാർട്ട് വാച്ചിൽ നോക്കുകയാണെങ്കിലും ആ കാഴ്ചയുടെ മാറ്റം വളരെ സ്മൂത്തായിരിക്കും. കണ്ണിന്റെ ക്ഷീണം കുറയുന്നത് നമ്മുടെ വൈകുന്നേരങ്ങളിലെ ജീവിത നിലവാരത്തെ തന്നെ മെച്ചപ്പെടുത്തും. അതെ, നമ്മുടെ കാഴ്ചാശീലങ്ങൾക്കനുസരിച്ച് ടെക്നോളജി എത്രത്തോളം മാറിയെന്ന് നമ്മളിപ്പോൾ കണ്ടു. എന്നാൽ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചിന്തിക്കാനായി ഒരു കാര്യം കൂടി. നമ്മൾ ഇതുവരെ സംസാരിച്ചത് നമ്മുടെ ശീലങ്ങൾക്കനുസരിച്ച് ടെക്നോളജി മാറുന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ഇനി തിരിച്ചു ചിന്തിച്ചാലോ? നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി നമ്മുടെ കാഴ്ചാശീലങ്ങളെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത്? നമ്മൾ വെർച്വൽ റിയാലിറ്റി ഗ്ലാസുകളിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് സങ്കല്പിക്കുക. അപ്പോൾ ലെൻസുകൾക്കടുത്തതായി എന്ത് മാറ്റമായിരിക്കും വരേണ്ടി വരിക? ആ ഡിജിറ്റൽ ലോകം കാണാൻ മാത്രമല്ല, അതുമായി തടസ്സങ്ങളില്ലാതെ സംവദിക്കാനും നമ്മുടെ ലെൻസുകൾക്ക് കഴിയേണ്ടി വരില്ലേ? ഒരുപക്ഷേ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ഫോക്കസ് തനിയെ മാറുന്ന ലെൻസുകളോ, അതോ ഡിജിറ്റൽ വിവരങ്ങൾ നേരിട്ട് നമ്മുടെ കാഴ്ചയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ലെൻസുകളോ ആവാം അടുത്ത വലിയ വിപ്ലവം.